മാത്യു സാറിന്റെ വീട്ടിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഞാനോ നമ്മളിതുകൊണ്ടല്ലേ വിളിച്ചു. ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് മൈത്തറ സ്ഥലം പറഞ്ഞ മൈത്തറ തന്നെ, പ്രോപ്പർ മൈത്തറ, ചേർത്തല. ഇവിടെ നമ്മുടെ അമ്മയുടെ മക്കൾ ഒരാളുടെ വീട്ടിലാണ് കേട്ടോ. ചേച്ചി ചേച്ചി സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങളിവിടെ കൃപാസനം വന്നതാണ്. അപ്പോഴത്തേനും അവിടെ നിന്ന് ദൂരെ ഇല്ല ഇങ്ങോട്ട്. ചേച്ചി ഇടയ്ക്ക് വിളിക്കാറുണ്ട് എന്നെ. അപ്പൊ അങ്ങനെ ഞങ്ങളെ ഇങ്ങോട്ട് ചേച്ചി വിളിച്ചിങ്ങ് വന്നതാണ്. അവിടെ ഇരുന്നാ കാണാൻ യുവാനെ കാണുന്നില്ല. അപ്പൊ ഞങ്ങള് കൃപാസനത്തിൽ വന്നിട്ട് നേരെ ഇങ്ങനെ വരുവാണ് ചെയ്ത്. അവിടെ നിന്ന് നാളെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അതുകൊണ്ടാണ് കൃപാസനത്തിലെ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്തേക്കാം. അപ്പൊ ഞങ്ങള് ചായക്ക് ഇരിക്കുവാണ്. കുമ്പളപ്പം അമ്മച്ചിയുടെ മൂലപ്പം ഇവിടെ ഉണ്ട്. ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കഴിച്ചിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും. മോള് ഹസ്ബൻഡ് ചേച്ചിയുടെ ഹസ്ബൻഡ് മോള്. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. 2022 ചേർത്തല സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈഫ് മത്സമ്മ പത്തനംതിട്ടക്കാരിയാണ്. 32 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ കഴിഞ്ഞു. മോള് മരിയ പറയടി. മരിയ ഇപ്പൊ ആലപ്പുഴ സാൻജോ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്ന് സൺഡേ ആണ്. ഇന്നലെ നൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് അവളിങ്ങനെ ഇന്ന് ഉറക്ക ക്ഷീണത്തിലൊക്കെ ഇരിക്കുവാണ്. നാളെ ഡ്യൂട്ടി ഉണ്ടോ? ഡ്യൂട്ടി ഉണ്ട്. നീ ബാക്കി പറയേണ്ടി മത്സരം. ഞങ്ങള് സ്ഥിരം കാണുന്ന ഒരു ചാനലാണിത്. ഞങ്ങളുടെ വല്യമ്മച്ചയെ കാണാൻ മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് കൊടുക്കുന്നത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കേട്ടോ ചാനലിൽ കാണും. അതൊരു അല്ല, എന്റെ ചാച്ചന്റെ പെങ്ങള് അമ്മച്ചിയെ പോലെ തന്നെ ഒരാളാ പേരമ്മ. പക്ഷെ അമ്മച്ചിയുടെ ആ സംസാരവും ചിരിയും വർത്തമാനം അത് തന്നെ, അതാണ് എന്നെ കൂടുതൽ കാണാൻ പ്രേരിപ്പിച്ചത്. ചേച്ചി പത്തനംതിട്ട എവിടെയായിട്ടാ വീട്? ചിറ്റാറ്. വീട് ആദ്യം പാലയായിരുന്നു. പാല ചേർക്കുന്നു. ചെറുപ്പങ്കന്ന് അങ്ങോട്ട് വിറ്റു പോകും അല്ലേ? നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ആലപ്പുഴയ്ക്ക് പോകും. മുതുകുളം. അത് പിന്നെ നമ്മുടെ പള്ളിയുടെ അടുത്താണോ? ചിമ്പ്ലാവ്. ചെറുപ്പങ്കൽ പള്ളി ഇടവക്കാര. ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മുതുകുളത്തിൽ ഫാമിലീസ് എന്നുള്ള 4 പേരുടെ 50 വർഷം സന്യാസി ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ 4 പേരുടെ ഫിലിപ്പച്ചായനും പിന്നെ അവരെല്ലാം ഡൽഹി, നൈനിറ്റാള്, പിന്നെ ഇവിടെ ബീഹാർ, പിന്നെ നമ്മുടെ ഫിലിപ്പച്ചായൻ എവിടെ വറങ്കൽ വിജയവാഡ. അപ്പൊ സന്യാസി ജീവിതത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയതിന്റെ ചടങ്ങ് ചെറുപ്പത്തിൽ ഗോൾഡൻ ജൂബിലി. ഞങ്ങളതങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ ഒരു വിശേഷമുണ്ട്. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ പള്ളി ഇങ്ങനെ വത്സമ്മയുടെ റിലേറ്റീവ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതെ, ഇങ്ങനെയുള്ള പരിപാടിക്കാണ് എല്ലാവരും കാണും. ജൂബിലി പരിപാടിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും കാണും. കല്യാണത്താണ് അത്രയും കാണിയല്ലോ. പക്ഷെ ഒരു വൈദികന്മാരെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ പരിപാടി ആകുമ്പോഴത്തേനും എല്ലാവരും തന്നെ വരും. 50 വർഷം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. വിവാഹ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കുക അതും നിസ്സാര കാര്യമല്ല. ഇപ്പൊ എത്രയായി? 32 കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. സെപ്റ്റംബർ 8. ഒരാൾക്ക് അറിയത്തുള്ളേ. അറിയത്തില്ല, എനിക്കറിയാം. സാധാരണ പെണ്ണുങ്ങൾക്കാണെന്ന് അറിയാം അല്ലേ? മെമ്മറി കൂടുതൽ അവർക്കല്ലേ, അവര് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 5-6 വർഷത്തേക്ക് ഓർക്കും. നമ്മൾ ഓർക്കില്ല.
രോമൻ ആദ്യത്തെ വർഷത്തെ മറന്നുപോയത്. ആണോ? ബഷീർ തന്നെ മറന്നുപോയി. 98ആണോ 93ആണോ 92ആണോ ഡൗട്ടാണ്. അപ്പോൾ സെപ്റ്റംബർ 2 മാസം കൂടെ ഉണ്ടല്ലേ, 3 മാസം. അപ്പം ഞങ്ങളുടെ മെയ് 29 കഴിഞ്ഞു പോയി. ഞങ്ങൾ ആഘോഷത്തിനല്ല, വിവീനായ ആഘോഷത്തിന്റെ ആള് ഇവിടാണ് വന്നാലേ ഉള്ളൂ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. എവിടെന്നെങ്കിലും ആരെങ്കിലും അച്ചായുടെ അടുത്ത് പോയി കാശും മേടില്ലേ പറയും, എനിക്ക് ഒരു കേക്ക് വാങ്ങിച്ചു തരാൻ വെഡിങ് ആനിവേഴ്സറി ആണ് പപ്പാടെ മമ്മിയുടെ. ആങ്ങളെ അച്ഛൻ വരും ഈ മെയ് മാസത്തിൽ എപ്പോഴും എല്ലാ വർഷവും മെയ് മാസത്തിലുണ്ട്. മീറത്തിൽ രൂപതയ്ക്ക് വേണ്ടിയിട്ട് യു പിയില് അത് പിന്നെ ഇവരെ മറ്റേ സഭയിലുള്ളവർ ഇവരെ രൂപയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് CMI ചാന്ത മഹാരാഷ്ട്രയിൽ. പിന്നെ ഒരെണ്ണം വിൻസെൻഷൻ സഭയിലുണ്ട് ചിറ്റപ്പന്റെ ഒരു മകൻ ഉദിമത്തം. അതെവിടെയാണ്? അത് ത്രിപുരയില. അങ്കമാലിയാണ്. വൈദികനാണ്. എത്ര വർഷമായി വൈദികനായിട്ട്? ഒരു 11-12 വർഷത്തോളമായി കാണും. ഇവര് രണ്ടുപേരും 1-2 വർഷത്തെ വ്യത്യാസം. 6 മാസം പ്രായ വ്യത്യാസം. 6 മാസമേ ഉള്ളൂ. എന്റെ ആങ്ങളെ ചിറ്റപ്പന്റെ വർക്ക് ചെയ്യുന്നത് എന്റെ ആങ്ങള് വർക്ക് ചെയ്യുന്നത് ത്രിപുര. പുള്ളി കൽക്കട്ടയിലായിരുന്നു. ഇവിടെ അങ്കമാലി ഇതിലാണ് കോട്ടയത്തിന്റെ അങ്കമാലിയുടെ ഇതിലാണ്. പുള്ളി ഇങ്ങനെ കൽക്കട്ടയിലായിരുന്നു ആദ്യം. അവിടുന്ന് പിന്നെ ഇപ്പൊ ത്രിപുരയ്ക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ ത്രിപുരയാണ് ഡ്യൂട്ടി. ബംഗാൾ ബോർഡറായല്ലേ? അതെ, ബോർഡറാൻ തോന്നുന്നു. ഭയങ്കര ചെന്ന് വിടാൻ പാടാണ്. അതന്നെ വെള്ളപ്പൊക്കി കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്നാ പറയും. വിട്ടു കിടക്കുവാന്നാ പറയും. അടുത്ത മാസം വരും. ഞങ്ങളൊക്കെ എറണാകുളം രൂപതയാണ്. എറണാകുളം രൂപതയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ശരിക്കുള്ള പള്ളിയാണ്. കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ തെക്കോട്ടൊരു പാലൂത്തറക്കെട്ടുണ്ട്. പാലുത്തറ അല്ലല്ല, എറണാകുളം. അപ്പൊ കുറച്ച് തെക്കോട്ട്, അത് തെക്ക് കിഴക്കായിട്ട് വരും പാലുത്തറ. ഇവിടം കൊണ്ട് തീരുമല്ലേ? ഇവിടം കൊണ്ട് എറണാകുളം തീരും. അത്ര ലെങ്തുണ്ട്. നമ്മൾ പറഞ്ഞില്ല, 14 റോഡിന്റെ അപ്പുറം ചങ്ങനാശ്ശേരി, ഇപ്പുറം എറണാകുളം. തേങ്ങ കുറവുണ്ട്. അതാണ്. ഇനി ഞാൻ ഇച്ചിരി മധുരം കൂടെ ഇടും. അതിന് അമ്മയ്ക്ക് ഇച്ചിരി മധുരം കൂടുതൽ വേണം. ഇച്ചിരി മധുരം കൂടുതലുള്ള ഈ പിള്ളേരൊന്നും ഇപ്പൊ മധുരം തൊടത്തില്ല. ഞാനും ഒഴിവാക്കി മധുരം. ഇവരൊന്നും ഉപയോഗിക്കുകയല്ല. ഇപ്പം ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെ ഒരു സാധനം മധുരമുള്ള കഴിക്കല. മുട്ട കഴിക്കും. എന്നാലും നിർബന്ധിച്ച് പുള്ളിക്ക് അങ്ങനെ വലിയ എന്താ പറയാ കാശ് കളയുന്ന പരിപാടിയോട് കണക്കാ. അതിന്റെ കൂടെ മൊത്തം തീർത്തോളും. പക്ഷെ അമ്മയ്ക്ക് മേടിച്ചോണ്ട് കൊടുക്കുവേ. നമ്മൾ ആരും പറയണ്ട. തന്നെ മേടിച്ചോണ്ട് നല്ല കെയറിങ് അമ്മയുടെ അടുത്ത്. ഇത് അവിടെ നമ്മൾ അവിടെയൊക്കെ വടനയിലാണ് ഉണ്ടാക്കുന്നത്. അത് അവൈലബിൾ അല്ലേ? ഇപ്പം ഒരാള് എവിടുന്നാണ് കട്ടപ്പനന്ന് കൊണ്ടുവന്നായിട്ട്. അല്ല ഇല ചക്കയും അത് തന്നെ അവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ ചക്കയില്ലല്ലോ. രണ്ടും അവിടുന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ അർത്തങ്ക ഭാഗത്ത് അങ്ങോട്ടൊക്കെ പ്ലാവുണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അത് പിന്നെ വീടിന്റെ അടുത്ത് ചേർന്നുണ്ട്. വീടിന്റെ അടിത്തറയിലേക്ക് എഴുതിക്കൊണ്ട് അത് കളഞ്ഞതല്ലേ? ചക്ക ഉണ്ടായതുകൊണ്ട് 1000 ചക്ക പള്ളി കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ബ്ലോക്കുകളൊക്കെ കുഴപ്പമില്ല. അത് ചെറുത് അലി പൊങ്ങത്തും ഇല്ല. പെട്ടെന്ന് 5-6 കൊല്ലം കിട്ടുള്ളതേ ഉള്ളൂ. ഇല്ല. ഇവിടെ ചോലപ്പാട്ടോ. അപ്പറേ അല്ലേ? ചോലയാണ് പിന്നെ കയറിയല്ല. ചോലയാണ് കയറിയല്ല. ഇത്ര സ്പേസ് അല്ലല്ലേ? അപ്പോഴും ചോലയാ. പിന്നെ എന്നാ വെച്ചാലും ഉണ്ടാകാൻ പാടാ. ഉണ്ടാകത്തില്ല. പിന്നെ അവിടെയൊക്കെ ഭയങ്കര സെറ്റപ്പല്ലേ? പത്തനംതിട്ട അല്ല നാട്ടുപല്ലേ? ഫാക്ടറികളൊക്കെ എറണാകുളത്ത് കൂടിയത് കാരണം ആയതിനാൽ ആൾക്കാരുടെ താമസം ഇങ്ങോട്ട് മാറി ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു 10-15 സെന്റ് സ്ഥലം മതി. അതൊന്നും ചുറ്റുപാട് വൃത്തിയാക്കി ഇടാൻ പറ്റിയല്ലേ കൊണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തിനാ ഈ സ്ഥലം വള്ളം പിടിച്ച് വീട്ടിൽ കിടക്കും, ആരും നോക്കാൻ. കൃഷി ചെയ്യാമല്ലോ. കൃഷി ചെയ്തൊന്നും കിട്ടിയ എലിയാ
തുരപ്പനോ? അതിനെ നമുക്ക് പിടിച്ചിട്ടൂടെ ഇവിടെ? അയ്യോ അതൊന്ന് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി വേറെ നടക്കില്ല. അതുകൊണ്ട് ചുമ്മാ വെള്ളം പിടിച്ച് പറമ്പ് മുഴുവൻ കിടക്കുക. പിന്നെ ഈ കന്നാലി മൃഗങ്ങളുള്ളതുകൊണ്ട് വലിയ പാട് വന്നേ. അല്ല ഈ വൃത്തിയാക്കാതെ ഇരുന്നാലും തുരപ്പം വരും കേട്ടോ. അല്ല പ്രത്യേകം നമ്മള് സാവിച്ചേട്ടായി നല്ല കൃഷിക്കാരനാണ്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലാണ് എല്ലാം ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അത് മൊത്തം കൊണ്ടുപോവാ. ഒരു ട്രിപ്പ് വെച്ച് ചേന മൊത്തം കമന്റ് ഇട്ടിട്ടുണ്ട്, ഒരു ചെടി നടുമ്പോൾ ചേന പോയി. ഒരു ചേന പിടിച്ച് വെച്ച് അതിന്റെ അടുത്ത് തന്നെ ഒരു മഞ്ഞളും കൂടെ നടാൻ. മഞ്ഞളാണ് ഇഞ്ചിയാണ്? മഞ്ഞൾ ഇടാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കേട്ടിരിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ. ഇവര് മഞ്ഞളെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇഞ്ചി കടിക്കുമ്പോ പൊള്ളുന്നുണ്ട്. ഒരു കപ്പ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെ ഒരു മഞ്ഞള്. പക്ഷെ മഞ്ഞളും പൊള്ളും. കപ്പ കുഴിച്ചു അങ്ങനെ ഒരു ചെയ്യാൻ അങ്ങനെ ചെയ്ത് നോക്കാന്ന് ഞാൻ ചുമനോട് പറയാം. 10 ചോട് കപ്പ വെക്കാം. പുള്ളി ഒരു തവണ വെച്ച 2 കൊല്ലം മുമ്പ് വെച്ച ചേന കംപ്ലീറ്റ് മോളുണ്ട്, അടിയിലൊരു സാധനം മൊത്തം നിന്ന്. അല്ല ഇത് മണ്ണിനടി കൂടെ പാസ് ചെയ്യുന്ന സാധനമല്ലേ, പകല് അല്ല. ഇവനെ മോളിൽ കൂടെ വരുന്നതല്ല. ഇതിന്റെ പോതിന്റെ ഒരു വശം അടച്ചിട്ട് പുക കഴിക്കണം. അത് പക്ഷെ ഇവിടെയൊക്കെ എങ്ങോട്ടൊക്കെ റൂട്ടൊന്നും അറിയാൻ പറ്റിയില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പടക്കം കത്തിച്ചിട്ട് ഇപ്പം ഇതുണ്ട്, മരുന്നുണ്ട്, ഗുളികയുണ്ട്. ഗുളിക മേടിച്ചിട്ടാ മതി. ഗുളിക മേടിച്ചിട്ട് അടച്ചു വെക്കണം. ചത്തു പോകുന്നാ പറയുന്നത്. ഈ പരിശാലി വീട് കേട്ടോ. ധൈര്യമുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് കണ്ടവാ. അപ്പൊ നമ്മുടെ ഈ മണ്ണിങ്ങനെ മാന്തി മാന്തി അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് തൂമ്പ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറമ്പായിട്ട് ഇവിടെ വെള്ളപ്പൊക്കം. ഞങ്ങൾ ആ പ്രളയത്തിന് അല്ല ഈ റൂട്ടിലെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആലപ്പുഴ വന്ന് അവിടുന്ന് ഇങ്ങനെ അതാ ചോദിച്ച ആ റോഡ് വഴിയുടെ കാര്യം ചോദിച്ചു. ഈ തേജസ് ഞങ്ങൾ ഓരോ അടയാളം വെച്ച് ഇങ്ങനെ പോകുന്നേ. വൈകിട്ടല്ലേ കൂടുതൽ, വൈകുന്നേരമാണ് കൂടുതൽ ഈ സാധനം എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരുന്നേ. ആലപ്പുഴയിലും അല്ല, ഇവിടെ ഈ വെള്ളം പൊങ്ങിപ്പെടുത്തേ കുട്ടനാട്ടിൽ വെള്ളം കയറിയപ്പം സാധനങ്ങളായിട്ട് ഞങ്ങൾ കുറേ ട്രിപ്പ് വെച്ചായിരുന്നു ഇങ്ങോട്ട്. ആലപ്പുഴ ഈ SP കോളേജിലായിരുന്നല്ലോ അന്ന് കൂടുതലും. കാവാലത്തുള്ള ആൾക്കാര് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു ക്യാമ്പ്. ഇവിടെ സ്കൂളെന്ന് പറയുമ്പോൾ ചേർത്തല സെന്റ് മേരീസ് സ്കൂളിൽ കേട്ടിട്ടുണ്ടോ? അവിടെയായിരുന്നു ഞാൻ. അവിടെ ആയിരുന്നു ക്യാമ്പ്. അവിടെ കാവാലംകാരായിരുന്നു എല്ലായിടത്തോട്ടും കയറി കൂടുതൽ വന്നോണ്ടിരുന്നത്. ഈ SP കോളേജിലും ഉണ്ടായിരുന്നു. SP കോളേജിൽ നമ്മുടെ ആലപ്പുഴ. അതവിടെ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേഞ്ഞിട്ട് അങ്ങ് വിടുവോ, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. കുറെ സ്കൂൾ വഴി ഇവിടെ എല്ലാം ഈ നമ്മൾ ഓർക്കുന്നില്ലല്ലോ അന്ന് വന്നിങ്ങനെ പോയെന്നുള്ളതല്ലാണ്ട് ഒരുപാട് രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇത് അവസാനം ഇതൊക്കെ ക്യാമ്പ് ഒഴിയുമ്പോൾ മിച്ചമുള്ള സാധനങ്ങൾ എടുത്തൊടിയല്ലോ. അവസാനം കൊടുത്തപ്പോ ഒരു ചെരുപ്പ് മാത്രം മിച്ചുണ്ട്. ഒരു ചെരുപ്പുണ്ട്, വേറെ ചെരുപ്പുണ്ട്. അന്ന് അല്ലെങ്കിൽ അന്നേക്കം പറഞ്ഞു ചേട്ടൻ അതൊക്കെ അങ്ങനെ ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആവശ്യക്കാരല്ല കൂടുതലും കൊണ്ടുപോകുന്നത്, അത്യാവശ്യക്കാരല്ല. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം അതാണല്ലോ. പിന്നെ നമ്മുടെ സ്കൂളിലെ റൂംസ് എല്ലാം സ്മാർട്ട് റൂമാണ്. എന്ന് പറഞ്ഞാല് ഓരോ റൂമിലും സ്കൂളിലെ ഓരോ മുറിയിലും ഇതുണ്ട്. സ്മാർട്ട് റൂമിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അങ്ങനെയാണ്. അതായത് പ്രൊജക്ടർ, അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് എന്താ വൈകുന്നേരം ഇരുന്നൊക്കെ സിനിമ വേണം കാണാം. അങ്ങനെ വേണമെങ്കിൽ കൊടുത്താൽ. പിന്നെ സ്റ്റേജിൽ പരിപാടികളായിരുന്നു ഇവർക്ക് തന്നെ വന്ന് എന്റർടൈൻമെന്റ് ഒക്കെ നടത്തുന്നത്. പിന്നെ അതൊരു ഇതും കൂടെ റിലീഫും കൂടെ ആണല്ലോ ആ പ്രോഗ്രാം വെക്കുന്നേ. ഇവര് പെട്ടെന്ന് ഒരു ഇതുണ്ടായി പെട്ടെന്ന് കയറി വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സ് കയറുന്നു പോലോ. ഇവിടെ അർത്തങ്കലൊക്കെ വേറെ ഇതുപോലെ തന്നെ വേറെ സ്ഥലത്തുനിന്ന് വന്നുകൊണ്ട് അർത്തങ്കൽ ആ പള്ളിയുടെ സ്കൂളിൽ ഇപ്പുറത്തെ 2 പള്ളിയുണ്ടല്ലോ. ആലുവാപ്പുഴ ഉള്ളതല്ലേ. നമ്മുടെ ഒരു ടീച്ചർ ഇവിടെ ചേർത്തല വന്ന് പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, ആലുവയിൽ താമസിക്കും. അവരുടെ വീട് വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവിടെ അത് വേറെ ഇതെന്ന് വെച്ചാൽ മറ്റേ ഡാം തുറന്നു വിട്ടില്ലേ. ഡാം തുറന്നു വിട്ട വീട് പണിതിട്ടേ എല്ലാം വെള്ളത്തിൽ പോയി. എല്ലാ സാധനം TV എല്ലാ സാധനം ഡാം തുറന്നു വിട്ടത് ആണ്. അവിടെ ഉള്ള മുഴുവൻ ആൾക്കാരെ ഇതാക്കി പോയത്, പ്രശ്നമായി പോയത്. പക്ഷെ നമുക്ക് ഇങ്ങനെ അഫക്ട് ചെയ്തില്ല. ഇങ്ങോട്ട് വിവിനൊക്കെ അവിടെ ആ ഭാഗമൊക്കെ വെള്ളം കയറി പോയി. നഴ്സിംഗ് ചേർന്നിട്ട് +2 കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുന്നല്ലേ. അല്ല ഇവിടൊക്കെ ഇത് കിട്ടിയതാ നമുക്ക് ഇവിടെ സർക്കാരിന്റെ അലോട്ട്മെന്റ് കിട്ടുന്നത്.
എൻട്രൻസ് ഒക്കെ ഇല്ലേ ഇപ്പം? ഇവിടെ നേഴ്സിങ്ങിന് ഇവിടെ തുടങ്ങിയിട്ടില്ല. നേഴ്സിങ്ങിന് സ്റ്റേറ്റില് പരീക്ഷ വേണം, എല്ലാ സ്റ്റേറ്റ് വഴിയും പരീക്ഷ വേണമെന്നുള്ള നമ്മള് മറ്റേ നീറ്റ് എഴുതുന്ന കൂടാതെ. അതേ ഇവിടെ കേരളത്തിൽ ഇതുവരെ സർക്കാർ തുടങ്ങിയിട്ടില്ല. കാരണം ഇപ്പം പുറത്തോട്ട് നമ്മൾ കർണാടക അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ അവിടുത്തെ പരീക്ഷ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പോയി അവിടെ എഴുതി, ഇവിടെ കിട്ടുന്നവരും അവിടെ പോയി എഴുതിയേക്കും. അവിടെ പിന്നെ എഴുതിയില്ലെങ്കിലും കിട്ടും, കാശ് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ മറ്റേ സർക്കാരിൻ്റെ ഇതുണ്ട്, കോട്ടയുണ്ട്, അത് നമ്മുടെ ലിസ്റ്റ് ഇടും. നമ്മൾ അപേക്ഷ വെക്കണം, അലോട്ട്മെൻറ്റ് നമ്മൾ അപേക്ഷ വെക്കണം. അത് നമ്മൾ കോളേജ് സെലക്ട് ചെയ്തുകൊണ്ട്, നഴ്സിംഗ് കോളേജ് സെലക്ട് ചെയ്തുകൊണ്ട് അപേക്ഷ വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് 50 മറ്റോ വെക്കാം, നമുക്ക് 50 കോളേജിൻ്റെ വെക്കാം. മാർക്കനുസരിച്ച് നല്ല അത് സർക്കാരിന്റെ ലിസ്റ്റ് നോക്കുന്നത് 2 പരീക്ഷ കൂടെ നോക്കും. +2 2 പരീക്ഷയുടെ മാർക്കാണ് നോക്കുന്നത്. അതേസമയം ക്രിസ്ത്യൻ മാനേജ്മെന്റിന് സെയിം തന്നെ. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്വായത്രം അവര് നോക്കുന്നത് സെക്കൻഡ് ഇയറിലെ പരീക്ഷ മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് ഇയറിലെ പരീക്ഷ മാർക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെ പ്രശ്നം ഇത് വേറെ പ്രശ്നം വരും. അങ്ങനെ ഒരു വിഭവം മാർക്ക് കുറവാ. സെയിം തന്നെ, പൈസ എല്ലാം സെയിം തന്നെ. മാനേജ്മെന്റ് കോട്ടയ്ക്ക് ചെറിയ വ്യത്യാസമുള്ളൂ. NRIക്ക് ഇച്ചിരി കൂടുതലുണ്ട്, ഡൊണേഷൻ മേടിക്കും. ഇത് ബാക്കി ഫീസാണ്, സർക്കാരിന്റെ തീരുമാനം എങ്ങനെയാണല്ലോ. പകുതി അവർക്ക് കൊടുത്തിരിക്കുന്നു, പകുതി ഇവിടെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഫീസില്ല, സെയിം ആയിരിക്കണമെന്നാണ്. പക്ഷെ എഞ്ചിനീയറിങ്ങിനൊക്കെ അങ്ങനെയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മള് ഇവിടെ തന്നെ പിള്ളേർ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ അല്ല, മാർക്ക് ഇല്ലാത്തവർക്ക് കൺസിഡർ ചെയ്യണം. കാരണം ഇവിടെ ജീവിക്കത്തില്ലല്ലോ, ഒരിക്കലും ഒരാള് പഠിച്ച് ജീവിക്കത്തില്ല, എബ്രോഡ് പോകുന്നു. അവർക്ക് കൂടെ ഒരു ചാൻസ്. അത്രയും പൈസ ഇവിടെ നാട്ടില് ചെലവായി, ഇവിടുത്തെ എക്കോണമി വളരും. ഇതിന്റെ ചിന്തിക്കാത്തെന്ന് അറിയാൻ പാടില്ല. എല്ലായിടത്തും ഇല്ല കേട്ടോ, സെക്കൻഡ് എല്ലായിടത്തും ഇല്ല. കൊടുക്കും, ബാക്കിയുള്ളവരൊക്കെ സെക്കൻഡ് ഇയറിലൊക്കെ കൊടുക്കുന്നുള്ളൂ. ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാനായിട്ട് എവിടെ ചേർന്നത്? മംഗളം ഉണ്ട്, കിടങ്ങൂരുണ്ട്. അത് IT ഇപ്പൊ ബിടെക്കിന് പിള്ളേരില്ല, എല്ലാവരും നേഴ്സിങ്ങിന് പോവാ. ഇലക്ട്രോണിക്സ് ഏതാ എടുക്കുന്നത്? സെപ്പറേറ്റ് ഇലക്ട്രോണിക്സിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. അവിടുത്തെ പാരമ്പര്യം, അവിടുത്തെ ചാച്ചൻ അങ്ങനെയാണ്. സാവു വലിയ പേരപ്പൻ ഇല്ല, അവൻ ഇവരുടെ പ്രായമാ. ഭയങ്കര കായിക രണ്ടും കൂടെ. അവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്കൊരു ചേട്ടനെ വേണമായിരുന്നു, ലോകം മുഴുവൻ കൊണ്ടുപോകാൻ. അവനെയാ കൂട്ടു വിളിക്കുന്നത്. ശിവന് ലൈസൻസ് ഇല്ലല്ലോ, കിട്ടിയിട്ടില്ലല്ലോ. അവന് ലൈസൻസ് ഉണ്ടോ, കാർ എടുത്തോണ്ട് പോകും. അതുകൊണ്ട് അവന് പിന്നെ ഇപ്പം പരീക്ഷ കൊറേ ചേട്ടന്മാരുടെ സഹോദരങ്ങളുടെ മക്കളൊക്കെ ഇഷ്ടം പോലുണ്ട്. ഇവിടെ അവരും ഒക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാല് ഞെക്കി ഇവിടെ കൊല്ലും. അത്രയ്ക്ക് അടിയും പിടിയും. നമ്മുടെ മുള്ളഞ്ചിറ അല്ലേ? ഇല്ല, ഫാമിലി ഉള്ളതാണോ? ഫാമിലി ഉള്ളതാണോ? ഉണ്ടല്ലേ? കൂടുതലും മുട്ടം, പിന്നെ മുട്ടത്തിന്റെ ചെറിയ മുട്ടം ഫൊറോനയാണ്. അതിന്റെ കീഴിൽ ഒരു 18 പള്ളിയുണ്ട്. 18 പള്ളിയുണ്ട്. അപ്പൊ അത് പല പള്ളികളിലായിട്ട് ഇങ്ങനെ ചെതറി കിട്ടുന്നു. അതിലൊരു പള്ളിയാണ് ഈ മരുതറോട്ടം പള്ളി അല്ലേ? ഞാൻ ഈ കാറ്റഗിസത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. KBM ഹോസ്പിറ്റൽ തൊട്ടപ്പുറത്ത് ആ വഴിക്ക് അതിപ്പോ ഈ വഴി ഇങ്ങനെ ഇത് വരുമ്പോഴത്തേനെ നമുക്കൊന്നും മനസ്സിലാവുക. അടയാളം വെക്കുന്നത് ഇവിടെ ഒരു മാരുതി പോപ്പുലർ സർവീസ് സെന്റർ ഉണ്ട്. ഇല്ല ഇല്ല, അവിടുന്ന് കൃപാസനത്തിൽ മണ്ണഞ്ചേരി ജോമം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നു, പുള്ളി നേരെ പോയി അങ്ങോട്ട്. എൻ്റെ ഓർമ്മ ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് കയറിപ്പോയ മറ്റേ സ്ഥലത്തിൻ്റെ പേരായിരുന്നു, നമ്മളവിടെ ബോർഡ് വെച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നു.
അതിലെ കാവുങ്കൽ കാവുങ്കൽ അത് തന്നെ. ആ വഴിയായിരുന്നു എളുപ്പം. പക്ഷെ നമ്മള് അന്ന് ഞങ്ങൾ വന്നത് ആ വഴിയാണ്. എന്റെ ഓർമ്മയില്ല. ഇനിയിപ്പോ അതല്ലേ എളുപ്പം. നേരത്തെ ഒരു ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. അവസാനത്തെ ഭാഗാന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കാം, അത്ഭുതങ്ങളെ കൂടുന്നതനുസരിച്ച് ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അത്ഭുതങ്ങൾ കൂടുന്നതനുസരിച്ച് ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇവിടെ എന്താണ് നമ്മുടെ താമരശ്ശേരിയാ? താമരശ്ശേരി എന്നല്ലേ അവിടെ? കോഴിക്കോട്, കോഴിക്കോട്, കണ്ണൂരിലൊക്കെ വരുന്നവരുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കാൻ അവരുടെ മക്കളും ചേച്ചിയുടെ മക്കളും അവരൊക്കെ വരും. ഇവിടെ വന്ന് കിടന്ന് പോയി പിറ്റേ ദിവസം 5 മണിയാകുമ്പോൾ പോയി എടുക്കും. അങ്ങനെയൊക്കെ ഒത്തിരി പേര് വരുന്നതാണ്. അടുത്തുള്ളവർക്ക് അത്ര താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നവരോട് ഞാൻ അതാ ഞാൻ പറഞ്ഞത്. അകലെയുള്ളവർക്കാണ് അഡിക്റ്റായി പോയിട്ടില്ല. നമ്മുടെ അർത്തങ്കപ്പള്ളിയില് വരുന്നവര് ഇവിടുത്തെ ആൾക്കാരല്ലല്ലോ പോകുന്നു. ഇടുക്കിയില് ആ ഭാഗത്ത് നിന്നുള്ള ഹിൽ ഏരിയ എന്നാ വന്ന് ആൾക്കാർ ഭയങ്കര അവരെ കൊണ്ട് അർത്തങ്കപ്പള്ളി നമ്മുടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഭക്തിയുണ്ട്, ടൂറിസം ഉണ്ട്. അതാണ് അവിടെ ആൾക്കാർ കൂടി വരുന്നതിന്റെ കാര്യം. ഒന്നാ ബീച്ചിൽ പോവാം. വൈകിട്ട് ഞങ്ങളുടെ ഒക്കെ പണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ വണ്ടി പിടിച്ച് ഇവിടുന്ന് പോരുമായിരുന്നു. പോവാൻ വലിയ പാടാ. പിന്നെ ആ സമയത്തും വന്നിട്ടുണ്ട്. ഇടിച്ചിടിച്ച് ശ്വാസം മുട്ടിയല്ലേ പോണേ. ചക്കര അടിക്കത്തില്ലേ? വലിയ താല്പര്യം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പിടിച്ചു എന്റെ ഇവിടെ ഒരു ട്യൂഷൻ പയ്യൻ വരുന്നുണ്ട്. അവന് ജിമ്മിൽ പോകും. അവന് മുട്ടയൊക്കെ 4 എണ്ണം ഒക്കെ കഴിക്കും. ഇങ്ങനെ കഴിക്കും. 4 ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാനോട് പറയും, എടാ മസില് മാത്രം പോരാ, ഹെഡും കൂടെ അതാണ് നല്ല കാര്യമില്ലല്ലോ. രാവിലെ അവിടെ പറമ്പിൽ പോയി കളക്കാൻ പറയും. ശരിയാണ് കേട്ടോ, നല്ലൊരു കാര്യമാണ്. എന്റെ ആങ്ങളെ വന്നിട്ട് ജിമ്മിലൊന്നും പോകട്ടെ, ഒരു ഇത്രയും മണിക്കൂർ നടന്നാ മതി. ചുമ്മാ അവിടെ പോയി അല്ല, അത് പറയാൻ പറ്റില്ല. സൗന്ദര്യമാണ്. ബസ്സിലൊക്കെ വെച്ച് ഓടി ഫിറ്റായിട്ട് കോളേജിൽ പോകുന്നവരേ ഉള്ളൂ കേട്ടോ. 7:30 വണ്ടി വരും. പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതിന്റെ എല്ലാ കാരണക്കാരും അവരെ മുട്ടോട്ട് കൊണ്ടുവരണം. കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും. പഠന സമയത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇല്ല നിർത്തും. 7:30 വണ്ടി വരും. കോളേജിൽ ഇപ്പൊ പോയി തുടങ്ങിയോ? കോളേജിൽ പോയി ഓഗസ്റ്റില്. ഓഗസ്റ്റ് പകുതി കഴിയുമ്പോ എക്സസൈസ് വീട്ടിൽ കിടന്ന് ചെയ്യുന്നുണ്ടായിരുന്നതിന് മുമ്പ്. ചെറുപ്പത്തിൽ 5 പഠിക്കുമ്പോ എത്ര പഠിക്കുമ്പോ കരാട്ടയ്ക്ക് കൊണ്ട് രണ്ടുപേരെയും കൊണ്ടാക്കി. ഇവിടെ ബ്ലാക്ക് ബെൽറ്റ് വരെ ആയതാ. ഇതൊക്കെ കൊറോണ വന്നോണ്ടാണ് ബ്ലാക്ക് ബെൽറ്റ് മേടിച്ചാനെ. ഇവൻ പോയില്ല. ഇവന് വടിയെടുത്ത് ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു കാര്യത്തിന് മടിയായിരുന്നു. ഇവൻ ഉഷാറായത് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന പിന്നെയാണ് ഇവൻ ഉഷാറായത്. ഇവ കഴിഞ്ഞ വർഷമായിരുന്നു +2. കഴിഞ്ഞ വർഷമായിരുന്നു +2. കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? ആ ശരി ശരി ശരി. കഴിഞ്ഞ നമുക്ക് ഇയർ നഷ്ടപ്പെടാതെ അടുത്തേക്ക് ചേർന്നു അല്ലേ? ഇത് എത്ര വർഷമാണ്? 4 years ആണ്. 4 വർഷം. എഞ്ചിനീയറിംഗിന്റെ അറിയത്തില്ലേ? അവന് 3 വെച്ചിട്ടല്ലേ? അല്ലല്ല, അത് ഇവർക്ക് മാറി വരും. ചിലപ്പോ 3 മാസം അല്ലേ 6 മാസം. ഞങ്ങൾക്ക് കറക്റ്റ് 6. ചേട്ടന്റെ മോനോട് പഠി 2 വർഷം. ഇവരുടെ പ്രായം 2 വർഷം. അവന്റെ തീരാറായി. 55 വയസ്സായോ? 2 വർഷം കൂടെ വേണം. കോട്ടയം ഭാര്യ വീടാണല്ലേ? അവരുടെ വീട്ടിൽ വരുന്ന ഇവിടുത്തെ പുത്തമ്പുര ഹെൻറി. അത് നമ്മുടെ അർത്തങ്കപ്പള്ളിയിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ ലെഫ്റ്റിലേക്കുള്ള വഴി, റൈറ്റിലേക്കുള്ള വഴിയാണ്. ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകന്റെ വീട് അവിടെയുണ്ട്. സ്റ്റാൻഡിൽ എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരാങ്ങളെ അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഒരാളെ ഇലക്ട്രീഷ്യനാണ്, ഗൾഫിലാക്കിയായിരുന്നു. പുള്ളി കാർന്നവരെ നേരത്തെ അറിയപ്പെടുന്ന ആളായിരുന്നു. പള്ളിയിലെ കമ്മിറ്റിക്കാരനൊക്കെ അവര് കൊച്ചി രൂപയാണല്ലേ? കൊച്ചി രൂപ ആലപ്പുഴ രൂപ. ആലപ്പുഴയായിരിക്കും. ചെറുത് ഇപ്പറേ ഇരിക്കുന്നത് വടക്കുവശത്ത് ഇരിക്കുന്നത് കൊച്ചി അല്ലേ? ആലപ്പുഴയാണ്.
ചെറിയ വീട് ആലപ്പുഴയാണോ? അവിടെയും സ്കൂളൊക്കെ ഉണ്ടല്ലോ അതിന്റെ തൊട്ട അല്ല സെന്റ് ഫ്രാൻസിസ്. സെന്റ് ഫ്രാൻസിസ്, അത് തന്നെ ഫ്രാൻസിസ് ചർച്ച് അല്ലേ ഇത്? റോമൻ കാത്തലിക്സ് മാത്രമല്ല, നമ്മുടെ ഈ ലാറ്റിൻകാരൻ റോമൻ കാത്തലിക്സ് ആണ്. അല്ല മറ്റേ മലങ്കര മലങ്കര ഇവിടെ ഇല്ല. അതൊക്കെ പത്തനംതിട്ട അങ്ങോട്ടാണ് തിരുവല്ല. റോമൻ കാത്തലിക്സ് ആണ്. പക്ഷെ അതില് നമ്മള് സിറിയൻ ഇച്ചിരി അങ്ങോട്ട് പറയാ അത് ലാറ്റിനായി. പക്ഷെ നമ്മളൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ആർസിയാണല്ലോ. ഇപ്പം SC എന്നാക്കി അല്ലേ? SC എന്ന് വെച്ചാൽ സിറിയൻ കാത്തലിക് അല്ലേ? അത് ഇവനിവിടെ പറഞ്ഞ കേട്ടോ. എന്നോട് RC ആണെന്ന് ചോദിച്ചു. ഞാൻ നമ്മുടെയൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. RC അല്ല SC ആണെന്ന് പറഞ്ഞോണ്ട് മറ്റതല്ല, ചെറിയ കാസ്റ്റല്ല, സിറിയൻ കത്തോലിക്. ഇപ്പൊ സിറിയൻ കാത്തലിക് ബ്രാക്കറ്റില് ലാറ്റിൻ ഇടും. അവർക്ക് സംവരണമുള്ളല്ലേ? അതെ അതെ. അങ്ങനെ 11 ഈ ദിവസങ്ങളിലൊക്കെ 11 എപ്പോഴും ഈ സമയത്താണ്. നിനക്ക് വേണ്ട വെള്ളത്തിന്റെ ആളാണല്ലോ. നമ്മള് ഇവിടെ വരുന്ന വെള്ളം മൂവാറ്റുപുഴയിലെ വെള്ളം കേട്ടോ. വരുന്നല്ലേ? നമ്മളിവിടെ ജപ്പാൻ കുടി വെള്ളം അവിടെ അതിന്റെ പൈപ്പൊക്കെ ഉണ്ട്. എന്തോ അവിടെ ഞങ്ങൾക്ക് വേറെ പട്ടർമടം എന്ന് പറഞ്ഞ ഒരു 10 ജപ്പാൻ കുടിവെള്ളം അതിന്റെ താഴെ ഞങ്ങളുടെ തലയോലപ്പുറപ്പ് വരെ ഉണ്ട്. ഇത് നമ്മുടെ AK ആന്റണി മുഖ്യമന്ത്രി AK ആന്റണിയുടെ വീട് അടുത്താണ്, അറിയില്ലേ? മുട്ടം. നമുക്ക് അതൊക്കെ ഇറങ്ങാം. ഇരുട്ടാൻ തുടങ്ങി. അമ്മ ഇപ്പൊ അവിടെ കിടന്ന് വേളമായിരിക്കും. ചേച്ചിക്ക് 6:45 പോകേണ്ടി നൈറ്റാ ഹരിത്താസിലെ. പട്ടിയെ പേടിക്കണ്ട. വെട്ടി 2 വീട്ടിൽ കിടക്കണേ. ഇറങ്ങിപ്പോടെ ഇഷ്ടമാണ്. അല്ലല്ല, വർഷത്തിൽ ഒരു പ്രാവശ്യം പോകും. അതെ, വന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടും. അതെല്ലാവരെയും പരിചയപ്പെടും. സ്നേഹമല്ലേ? അതവർക്ക് ഇഷ്ടമാണ് എങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന പട്ടിയാണ് കുഴപ്പം. നമ്മുടെ പട്ടി ഭയങ്കര ഇതാ, ആര് വന്നാലും സമ്മതിക്കില്ല. അല്ലല്ലോ താല്പര്യം. അങ്ങനെ പശു ആടൊക്കെ ആയിരുന്നെങ്കിൽ പുള്ളി മര്യാദയുണ്ട്. നമ്മുടെ വീട്ടില് ചെരുപ്പൊക്കെ ഇപ്പം ട്യൂഷൻ പിള്ളേർ വന്നാലും ജസ്റ്റ് അവൾക്ക് അറിയാം ഇവിടെ എപ്പോഴും വരുന്നുള്ളത്. അറിയാം. ഞങ്ങൾക്ക് പള്ളിയിൽ പോലും തിരിച്ചു വരുമ്പോഴേ ഗേറ്റ് ഉള്ളി തന്നെ തുറക്കും. 3.5 വയസ്സുണ്ട്. ആണല്ലേ? പറയുന്ന അനുസരിച്ച് നല്ലതായിരുന്നു. ഇത് ഇങ്ങനെ തുറന്നിട്ടോണ്ടേ പോയൊന്നുമില്ല. ഞാൻ ബൈക്കിൽ ഹെൽമെറ്റ് കൊണ്ടിട്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. കിണറില്ല. അത് കിടക്കും. കാര്യം ഇങ്ങനെ കിടക്കും. കാര്യം വലുതാവുന്നില്ല. പിന്നെ കുഞ്ഞ് നമ്മള് മേടിച്ചിട്ടുണ്ട് ചെമ്പല്ലി. ചെമ്പല്ലി അല്ലേ? ഞങ്ങൾ ചെമ്പല്ലിയാണ് കണ്ടിട്ടുണ്ട്. മറിയുന്നുണ്ട്. എല്ലാം വന്നു കൂടിയിട്ടുണ്ടല്ലോ തൊക്കിക്ക്. എല്ലാം വരെ ഇപ്പോഴാണ് പാടുന്നത്. അതാണ് സംഭവം. നല്ല രസമുണ്ട്. പിന്നെ ഇപ്പം വലുതായി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ കുത്ത് കിട്ടും.
ഇഞ്ചി ഗ്രോ ബാഗ് വെച്ചാൽ നല്ലപോലെ ഉണ്ടാവും. പറമ്പിൽ വെക്കുന്നേക്കാളും കാര്യമായിട്ട് മണ്ണ് കൊള്ളിയില്ല. ഞാൻ എത്ര നാളെ ഒരു കാന്താരി വെച്ചിട്ടുണ്ടല്ലോ. ആ അത് ഈ മണ്ണിനകത്ത് മണലല്ലേ കൂടുതൽ. പിന്നെ ആകുമ്പോൾ ചാണകം അത് ഇത് ഇട്ടിട്ട് വരുന്ന വലിയ കായും. ആ സാധനം ഉണ്ടാ, ഇതാ സാധനം തിരുപ്പല്ലി ഉണ്ട്. തൃപ്പല്ലി. ആ തൃപ്പല്ലി ഇനിയും കൊണ്ടോ? വേണം ഉണ്ടോ? വേണം കൊണ്ടുപോയി വെച്ചു. പനിക്ക് മരത്തെ കയറ്റി വിട്ടാൽ മതിയോ? തിരുപ്പല്ലിയാണ് ഉണ്ടായിരിക്കണം. തൃപ്പല്ലിയുടെ കാര്യം നമ്മുടെ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവിടെ ഇതിൻ്റെ ആ ഒരു യാചന അവിടെ എവിടെയുണ്ട്. അല്ല ഇതിൽ പല സൈസ് ഉണ്ട്. ഉണ്ട്, ആണോ? കയറുന്നതുണ്ട്. ഇത് കയറുന്നതാണ്. തിരുപ്പല്ലി തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇത് കയറുന്നത്. ഇതിന്റെ വ്യാജന അവിടെ ഉള്ളത്. ഇത് കൊണ്ട് കുടിച്ചു. അത് കുരുമുളക് തൈ വെക്കത്തില്ലേ, അതുപോലെ നമ്മള് ആ കുരുമുളകിന്റെ കണ്ട് നടുപോലെ ഒന്ന് പതുക്കെ കടിച്ചു നോക്ക്. അല്ല ശാലം കടിച്ചു നോക്ക്. എരിവുണ്ടാ? കുരുമുളക് കടിക്കുന്ന ആ ഒരു സംഭവം ഫീൽ അത് ഉണങ്ങി കഴിയുമ്പോ അതുപോലെ അതിനാ വില. ഇതിന്റെ ഒരു ചനച്ച കളർ വരുമ്പോ നമ്മള് എടുത്ത് ഉണക്കി വെക്കാം. ഇത്രയും മതിയാ? കുറച്ചുകൂടെ കൊടുത്തു. അല്ലേ മതി മതിന്നേ. ഏതെങ്കിലും ഒരു മരത്തേൽ പെട്ടെന്ന് പിടിക്കും അല്ലേ? അല്ല കുറച്ചുകൂടെ ആഴത്തിൽ കമ്പ് കാണിക്കുമ്പോ നല്ല എരിവാ. അത് ഉണങ്ങി കഴിയുമ്പോ ഇപ്പം തന്നെ ഈ പറിച്ച് ഉണക്കുവാണ് ചെയ്യുന്നത്. ഈ ചുമന്ന കളർ വരുമ്പോ കഴിയുമ്പോ ഇത്രയും കാണില്ല. നൂല് പോലെ നമ്മളുണ്ടല്ലോ ഒരുപാട് പഴുക്കുന്നോണം വരെ വെക്കരുത്. ഇത് പഴുത്തതാ. ഈ പ്രായം പഴുത്ത് കഴിഞ്ഞാൽ ഇതായിപ്പോ എടുത്താലും മതി. ഇച്ചിരി കഴിഞ്ഞാൽ അത് ഇതായിപ്പോ അളിഞ്ഞു പോലെ ഒത്തിരി പഴുത്ത് പോകുമ്പോ തെന്നിപ്പോ സെയിം ഈ പരുവത്തിലെടുക്കുക, ഉണക്കുക. ഇതിന് ഭയങ്കര വിലയാ. ആ ചേച്ചി ഇന്നലെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചപ്പോ ഇത്രയും വിലയുണ്ടോന്ന് ചോദിച്ചു. ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടു. അവിടെ പിന്നെ ഈ മരത്തെ കയറ്റി വിട്ടാൽ മതി. കച്ചോലം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? കച്ചോലം പറമ്പോഴി ഞാൻ അവിടെ എവിടെയൊക്കെയോ കണ്ടു. നല്ല മണമല്ലേ ഇതിന്. ചിലൊക്കെ ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നതാ. കച്ചലൊക്കെ നേരത്തെ കൃഷി ഉണ്ടായിരുന്നതാ. പിന്നെ എന്നാപ്പാ ശരി. ഓക്കെ ഇവിടെ ഒന്നും വരാറായില്ല. അതെ ഓക്കെ എന്നാ അമ്മയ്ക്ക് തിരക്കെന്ന് പറഞ്ഞു. തിരക്കത്ത് വന്നിട്ടും കാര്യമൊന്നും അറിയുന്നില്ല. എന്നാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.